എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ കണ്ടോ? എൻ്റെ പറങ്കാവേൽ എനിക്കിവിടെ കയറാൻ ആരുമില്ല, പറിച്ചു തരാൻ ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ട അണ്ണാനും വവ്വാലും കൂടെ എനിക്ക് ദിവസവും ഇങ്ങനെ ഇത് പറിച്ചു തരുന്നുണ്ട്. പാവങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഒരു മഞ്ചെങ്കിലും വാങ്ങിച്ചൊരു മുട്ടായെങ്കിലും 2 കൂട്ടർ കൂടെ വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. എന്ത് ചെയ്യാനാ, നമ്മൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ കലാപരിപാടി. രാവിലെ നമ്മൾ വരുമ്പോഴത്തേക്ക് മുറ്റം നിറയെ പറിച്ചിട്ടേക്കുമായിരിക്കും. അതിൻ്റെ നീര് മുഴുവൻ കണ്ടോ ഗൈസ്, ചപ്പി നീര് മൊത്തം കുടിച്ചേക്കും. അതെ, നമുക്കിതിന് തോട്ടി വെച്ചോ മറ്റൊന്നും കൊണ്ട് പറിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇതിൻ്റെ നീര് ഫുള്ള് സത്തല്ല, വൈറ്റമിൻ എല്ലാം അവർ കുടിച്ചിട്ടാണ് പറങ്ങാണ്ടി വിട്ടേച്ച് പോയേക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ പറിച്ചോണ്ടും പോകും, അത് പലയിടത്തുമൊക്കെ കൊണ്ട് കളയുകയും ചെയ്യും. അവർ ചെയ്യുന്ന ഈ ഉപകാരത്തിന് എങ്ങനെ നമ്മൾ നന്ദി പറഞ്ഞാൽ തീരും? പാവങ്ങളെ ഒന്ന് കണ്ടു കിട്ടണ്ടേ? പാവം ഇനി എപ്പോഴും വരുമായിരിക്കും, കാണാൻ നേരം. അല്ലാതെ എന്തോ ചെയ്യാൻ. അതെ, ഈ ബക്കറ്റിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന ഈ പറങ്ങാണ്ടി ഞാനിതൊന്നും പറിക്കാൻ പോകുന്നതല്ല. എല്ലാം ഇതിൻ്റെ ഇവർ ചപ്പിയ ആ പഴം മാത്രം ഇറുക്കി ഇതിനകത്ത് ഇട്ടിരുന്നാൽ മതി, ഒന്നും നമ്മൾ ചെയ്യണ്ട. അത്ര ഉപകാരം അവരെ കൊണ്ട്. പാവങ്ങൾ ചെയ്തു തരുന്ന ഈ ഉപകാരം, ഈ വലിയ ഉപകാരത്തിന് എത്ര നമ്മൾ നന്ദി പറഞ്ഞാൽ വെക്കും. ഇനിയും വരട്ടെ. എപ്പോഴെങ്കിലും രാത്രി നമുക്ക് ചോദിക്കണം, എനിക്കും ചോദിക്കണം, വല്ലതും വേണോ, മുട്ടായിയോ മറ്റെന്തെങ്കിലും വേണമെന്ന് എനിക്ക് അവരോടൊന്ന് ചോദിക്കണം. അതെങ്ങനെ പറങ്കാവ് നമ്മൾ മിഷ്യൻ വാളിന് വെട്ടുന്ന പോലെ ഇട്ട് കുലുക്കുന്നത്. ആ കുലുക്കത്തിൽ ഇത് ചപ്പിയിട്ട് ഇത് മൊത്തം താഴോട്ട് വീഴും. പിന്നെ കുറച്ച് കൊണ്ടുപോകും, അത് കൊണ്ടുപോയിക്കോട്ടെ. ഇത്രയും പറിച്ചവർ തരുന്നില്ലയോ? ഇത് ഏറ്റവും വലിയൊരു ഉപകാരമല്ലയോ? നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണോ? നിങ്ങളുടെയൊക്കെ പറങ്കാവുള്ളിടത്ത് ഇങ്ങനെ പറിച്ചിടുമോ, അതോ നിങ്ങൾ പറിക്കുവാന്നോ? എൻ്റെ കൂട്ടുകാരെ, നിങ്ങളെല്ലാം ഒന്ന് പറയണേ. ഇവരെ കമൻ്റായിട്ട് എന്നെ ഒന്ന് അറിയിക്കണേ. ഈ പാവങ്ങളെ നമ്മൾ എങ്ങനെ സ്നേഹിച്ചാൽ പറ്റും? ഇത്രയും ഉപകാരങ്ങൾ ചെയ്യുന്നു. പക്ഷെ വൈറ്റമിൻ അടങ്ങിയ നീരെല്ലാം കുടിച്ചിട്ടുണ്ട്. ഫുള്ള് ഹെൽത്തി ആയിട്ടായിരിക്കും പോയേക്കുന്നത്. ഇനി അധികമൊന്നുമില്ല, ഒട്ടുമിക്കതും എല്ലാവരും പറിച്ച് തന്നേക്കും. ഇനി കുറച്ചൊക്കെ ഉള്ളൂ, അങ്ങും ഇങ്ങുമൊക്കെ ഉള്ളൂ. എന്നാലും അപ്പുറത്തെ പറമ്പ് വീഴുന്നൊന്നും കിട്ടത്തില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പാവങ്ങൾ ചെയ്യുന്ന ഉപകാരം ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. അതൊക്കെ ഇനി ഒരു ബാക്കിയും കൂടെ ഒന്ന് പറിച്ചു തരും എന്ന് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക്. അവരിനിയും വരും. ഇത് ഫുള്ള് തീർത്ത് അവരിവിടുന്ന് പോകത്തുള്ളൂ. കണ്ടോ ഗൈസ്?